പ്രിയമുള്ളവരെ, അടുത്ത 3 ലൈറ്റ് ഓഫ് കഴിഞ്ഞുള്ള കർട്ടൻ വീഴുമ്പോൾ കീചകപദം എന്ന ബാലെ ഈ വേദിയിൽ പൂർണ്ണമാകുന്നു. ഈ പരിസര പ്രദേശങ്ങളിൽ ഈ ബാലെ ബുക്ക് ചെയ്യുന്നതിന് സർവത്ര കുഴിയോ അല്ല, സർവശ്രീ കുഴിപ്പള്ളി ശോകരാജ്. ഫോൺ നമ്പർ 8949696979. പാതിരാത്രിക്ക് വിളിക്കരുത്, ഇതെന്റെ ഭാര്യയുടെ നമ്പറാണ്. അപ്പോ രംഗമിട്ട് അങ്കത്തട്ട്. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. കീചക മഹാരാജാവേ, കീചക മഹാരാജാവേ, ഇവിടെ ആരുമില്ലേ? ആരെവിടെ? അടിയൻ. ആരാ ഇവിടെ വന്ന് രാജാവിനെ കീച്ചു എന്ന് പറഞ്ഞത്? ഞാനാണ്. ഇതെന്താ? നീ മഹാരാജാവിനെ കീച്ചാറായല്ലേ? അല്ലോ, കീച്ചു എന്നല്ല പറഞ്ഞത്, പിന്നെ കീചക മഹാരാജാവേ, കീചക മഹാരാജാവേ എന്ന് വിളിച്ചു. ഓ, അങ്ങനെ എന്നെ പുകഴ്ത്തിയതാണ്. അതെ 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 അതെ. വന്ന കാര്യം ഉണർത്തിച്ചാലും രാജകുമാരിയുടെ പുറകിൽ നടക്കുന്ന തോഴിയെ അങ്ങ് അപമാനിച്ചായിരുന്നോ? രാജകുമാരിയുടെ കൂടെ നടക്കുന്ന തോഴി എന്ന് പറയുമ്പോൾ അവർക്ക് പേരില്ലേ മന്ത്രി പുങ്കവ? അതായത് ഈ പെണ്ണുമ്പിള്ള ഇല്ലേ, ഈ പെണ്ണുമ്പിള്ള പുറകെ വേറെ പെണ്ണുമ്പിള്ള നടക്കുമല്ലോ, ഒരു മഞ്ഞ ഡ്രസ് ആക്കിയിട്ട്. നീ അവരുടെ പേര് ഇതുവരെ പഠിച്ചിട്ടില്ലേ? പിന്നെ ഈ ബാല എങ്ങനെ ശരിയാകും? സൈനേടോ? സൈരന്ത്രി. ആ സ്ത്രീയെ അങ്ങ് അപമാനിച്ചെന്നും പറഞ്ഞ് അവരുടെ ഭർത്താവ് അങ്ങേ വധിക്കാൻ വേണ്ടി അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. ചിരിച്ചോ ഇരിച്ചോ ഉപ്പാട് വരുമെന്ന് ഇടികൾ. നമ്മെ വധിക്കുവാനോ? അസംഭവ്യം, അസംഭവ്യം, അസംഭവ്യം. ഈ ഭൂമിയിൽ ഏറ്റവും ശക്തിമാനും ആരോഗ്യ ദൃഢഗാത്രനുമായ എന്നെ വധിക്കുവാൻ അവൻ വരുന്നു. എന്നെ വധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ. അങ്ങേ വധിക്കുന്ന അങ്ങനെ തന്നെ എങ്ങനെ കാണാനാ? എടാ മണ്ട, വീഡിയോ പിടിച്ചാ പോരെ, പിന്നീട് നമുക്ക് ഇട്ട് കാണാലോ. ഇതെന്നാ വിളിച്ചു പറഞ്ഞു പോകും? ബാലയാണ്, കൈന്നിട്ട് കളിക്കല്ലേ. നീയല്ലേ ഈ സ്ക്രിപ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം നീയല്ലേ ആദ്യം വിളിച്ചു പറഞ്ഞത്? അത് കൈന്നിട്ട് കളിച്ചാന്ന് കേറി വരുമല്ലേ. കൈന്നിട്ട് കളിക്കണ്ട. അപ്പൊ നീ കൈന്നിട്ട് കളിച്ചാ ഞാനും കൈന്നിട്ട് കളിക്കും. ഞാനും കളിക്കും. ഇതെന്താണ് നിന്റെ കവളത്തൊരുപാട്? അത് കഴിഞ്ഞ ബാലയ്ക്ക് ഞാൻ കൈന്നിട്ട് കളിച്ചപ്പോൾ കമ്മറ്റിക്കാര് കയറി ചന്നാ പിന്നാ കൈന്നിട്ട് കളിച്ച്. അത് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൈന്നിട്ട് ആരും കളിക്കണ്ട. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതുപോലെ അങ്ങ് കളിച്ചാ മതി. എല്ലാരും കൂടി കേൾക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ പറയണ്ട, ചിലപ്പോ സന്ദർഭത്തിന് ഒത്ത് ഞങ്ങൾ ചിലപ്പോ കൈന്ന് ഇട്ടെന്ന് കേൾക്കും. ഞങ്ങൾ ചിലപ്പോ കൈന്ന് ഇട്ട് കളിച്ചു. ഭീമൻ വലിയ വർത്താനം ഒന്നും പറയണ്ട. എന്താണ് ഈ ട്രൂപ്പ് എന്റെയാണ്, എന്റെ അച്ഛൻ തുടങ്ങി വെച്ചതാണ് ഈ ട്രൂപ്പ്. അതുകൊണ്ട് എനിക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ ഭീമ. എനിക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്താണ് പറയൂ. ബാലെ വേദിയിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കഥാപാത്രമായി വേദിയിൽ നിന്ന് മുകളിലേക്ക് പോകണമെന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്ക്. അത്രയുള്ള മുകളിലേക്ക് എനിക്കങ്ങ് പോകണം. നിസ്സാര കാര്യമാണോ ഭീമ? അതത്ര നിസ്സാരമാണോ ഭീമ? പിന്നെ നിസ്സാര കാര്യമല്ലേ. എങ്ങനെ? വേദിയിൽ ബാല കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഒരു 10-25 ഹൈഡ്രജൻ ബലൂൺ കൊണ്ടുവന്ന് കയ്യിലേക്ക് അങ്ങ് പിടിപ്പിക്കും. ഒറ്റ പോക്കായിരിക്കും മേളിലേക്ക്. പിന്നെ താഴെ വന്ന് പറയുന്നോ ഭീമൻ? ഞാനൊരു കാര്യം പറയാം. എല്ലാ ബാല കളിച്ചിട്ട് ഇറങ്ങുമ്പോഴും നമുക്ക് അടി കിട്ടും. മര്യാദക്ക് റിഹേഴ്സൽ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ. റിഹേഴ്സലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മൾ എന്നും വേദിയിൽ ബാല അവതരിപ്പിക്കുമ്പോൾ ഈ ഭാഗം വരെ ഒരുവിധം നമ്മൾ ഒപ്പിച്ചു വെക്കാറുണ്ട്. അതുപോരാ, പൂർണ്ണമായിട്ട് ഏതെങ്കിലും ഒരു വേദിയിൽ ഈ ബാല ഒന്ന് കളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബാക്കിയുള്ള സീനുകൾ ഭംഗിയാക്കണം. റിഹേഴ്സൽ, ശക്തമായ റിഹേഴ്സൽ വേണം. നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം. റിഹേഴ്സൽ തുടങ്ങാം. അതെ. പാഞ്ചാലി, പാഞ്ചാലി. പാഞ്ചാലിയാ? സൈനന്ത്രി എന്നല്ലേ വിളിക്കുന്നത്? എന്താണ് എന്താണ്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. സൈരന്ത്രി അതങ്ങോട്ട് പറഞ്ഞാ പോരെ, എന്നെ കൊണ്ട് പറഞ്ഞല്ലേ മനുഷ്യ. രാജി ചേച്ചി, അക്ഷരപ്പെടവേയില്ല. അക്കെ രാജിയൊക്കെ എന്താണ് തൊണ്ട തുറക്കുന്നേ? ഇപ്പൊ ഒരു കേട്ട മീന്റെ തല വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. രാജിയൊക്കെ ഇങ്ങോട്ട് കയറി വാ. സൈരന്ത്രി, എടി സൈരന്ത്രി, എന്തിനാ കിടന്ന് തൊണ്ട തുറക്കുന്നത്? ഞാൻ വരുമല്ലയോ. ഇത് കട്ടൻ ചായ. കുടി കട്ടൻ ചായ. സൈരന്ത്രി, എന്താണ് നീ എന്ത് ബോധമില്ലാത്ത പരിപാടിയാണ് ഈ കാണിക്കുന്നത്? ഇത് വിരാട മഹാരാജാവിന്റെ കൊട്ടാരമാണ്. കൊട്ടാരത്തിൽ കട്ടൻ ചായയോ? ഇത് വിരാട മഹാരാജാന്റെ കൊട്ടാരമല്ല, എന്റെ ഭർത്താവിന്റെ റിഹേഴ്സൽ ക്യാമ്പ്. അവിടെ ഞാൻ കട്ടൻ ചായ കൊടുക്കും. അതെന്റെ ആദ്യത്തെ മര്യാദ. ആദ്യത്തെ മര്യാദയാണെങ്കിൽ ആദ്യം എനിക്കല്ലേ തരേണ്ടത്? ഏട്ടൻ വിത്തൗട്ടല്ലേ? ഇതൊക്കെ നീ എങ്ങനെ അറിയുന്നത്? ഞാൻ അറിഞ്ഞു. ഇതെല്ലാവരും അറിഞ്ഞല്ലോ സംഭവം. കഴിഞ്ഞ ദിവസം ഞാൻ ബാല കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് ഇരുന്ന ഒരു ചേട്ടൻ എന്നെ നോക്കി പറയുവാണ്, ആ രാജാവ് വിത്തൗട്ടാണെന്ന്.
ഇതൊക്കെ എങ്ങനെ അറിയുന്നു? ചേട്ടനെ ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടതാ. ചുമ്മാ നിങ്ങൾ റിഹേഴ്സൽ തുടങ്ങുന്നുണ്ടോ? ആൾക്കാരെ തട്ട് മേടിച്ച് മേടിച്ച് എല്ലാവരും ദൈവത്തെ വിചാരിച്ച് ഒന്ന് ഐശ്വര്യമായിട്ട് തുടങ്ങി വെക്കാൻ തുടങ്ങാം. ഓക്കെ, നമുക്ക് വിളിക്കാം. എക്സ്ക്യൂസ് മീ. ആരാ മനസ്സിലായില്ല? ഞാൻ ബാലൻ കെ നായർ. സ്ത്രീകളൊക്കെ അകത്ത് പൊക്കോളൂ. ഹലോ, പേര് മാത്രമേ അങ്ങനെയുള്ള ആളതല്ല. അല്ല, മനസ്സിലായില്ല. ഇടപ്പള്ളി ശോകരാജ്, കുഴിപ്പള്ളി ശോകരാജ്. അതെ, കുഴിപ്പള്ളി ശോകരാജ്. അതെ അതെ. അതായത് ഞാനേ ഒരു കോടീശ്വരനാണ്. 4 ടെക്സ്റ്റൈൽസ് ഉണ്ട്, 5 ബാറുണ്ട്, 6 കാറുണ്ട്, ഒരു ഷോപ്പിംഗ് മോൾ ഉണ്ട്, കുഞ്ഞു മോളുണ്ട്, ജാൻസി മോളുണ്ട്. അതാരാ? ലാസ്റ്റ് പറഞ്ഞ 2 ഭാര്യമാരാ. 2 ഭാര്യമാരോ? അതെ അതെ. ഇന്നത്തെ നിങ്ങളുടെ ബാലെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞാനാണ്. അയ്യോ, ഒരെണ്ണം ഇട്ടുന്നുണ്ട് സാറേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ എന്താ ഈ വേഷത്തില്? അതോ, ഞങ്ങൾ താമസിക്കാതിരിക്കാൻ വേണ്ടി എല്ലാം സജ്ജമായി നിൽക്കുകയാണ്. ഞങ്ങൾ ചെല്ലുന്നു, തട്ടേ കയറുന്നു, തട്ട് മേടിക്കുന്നു, പോരുന്നു. തട്ടോ? കട്ടല്ല സാറേ, തുട്ട് തുട്ട്. ആ കുട്ട്. കാശ് കാശ് അത് ഈ പെട്ടിയിലുണ്ട്. പെട്ടെന്നാണ് പറഞ്ഞത്. സാറിന് മനസ്സിലായില്ലേ? മനസ്സിലായി മനസ്സിലായി. ഇങ്ങ് വാടാ. ഇതാണ് തട്ട്. മറ്റേ തുട്ടെന്നാണ് അത് പറഞ്ഞത്. സൂപ്പറായി സൂപ്പറായി സൂപ്പറായി. അപ്പേ ഇന്ന് ബാല കളിക്കാൻ പോകുമ്പോ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. അയ്യോ അയ്യോ, അത് പറ്റില്ല. ആ, ഉള്ള വേഷം എല്ലാവർക്കും കൊടുത്തു. പ്രത്യേകിച്ച് വാനരന്മാരുടെ വേഷം ഈ ബാലയിൽ ഇല്ല സാർ. ഞാൻ ബാലയില് അഭിനയിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളുടെ വണ്ടിയിലാണ് വരുന്നത്. ഞാനല്ലേ സ്പോൺസർ. ബാല ഇരിക്കുന്നത് കാണണം. അയ്യോ സാറേ, അതെ അതെങ്ങനെയാ സാറേ? അല്ല. സാറ് വലിയ കോടീശ്വരനല്ലേ? സാറിന് സാറിന്റെ കാരണം വന്നാ പോരെ? അല്ല, കാറ് ഇല്ല. കാറ് വിറ്റ കാശ് കൊണ്ടാണല്ലോ ഞാൻ വന്നത്. അല്ല, ബാല ബുക്ക് അതുമല്ല. ചെയ്തത്. കാറ് വിറ്റ കാശ് കൊണ്ടാണ് ബാല ബുക്ക് ചെയ്തത്. ഇപ്പൊ പോകാൻ കാറില്ല. 25,000 രൂപയുടെ ഏത് കാറാണ് വിറ്റത്? ഉണ്ടായിരുന്നതിൽ ഒരു മുന്തിയ കാറങ്ങ് വിറ്റു. ഉണ്ടായിരുന്നതിൽ മുന്തിയ കാർ വിറ്റു. ഇനി വീട്ടിൽ കിടക്കുന്നതെല്ലാം ഉന്താനുള്ള കാറായിരിക്കും അല്ലേ? അവാച ബാലയാണ് സാറേ. അത് തന്നെയല്ല, ഞങ്ങളുടെ വണ്ടിക്ക് അത് മൊത്തം നാറ്റമാ സാറേ. അതിനകത്ത് കേറണ്ട. എന്ന് സ്ഥലവും ഇല്ല. എന്ന് പറഞ്ഞാലും ഞാൻ ആ വണ്ടിക്ക് വരുള്ളൂ. അപ്പേ ഞാൻ പോയ വണ്ടിക്കകത്ത് ഇരിക്കാം. സീറ്റ് പിടിച്ചിരിക്കാം. സീറ്റ് പിടിക്കണോ? വേണ്ട വേണ്ട. വേഗം ആയിക്കോട്ടെ. ബാല തുടങ്ങാൻ സമയമായിട്ടുണ്ട്. കാശുമായിട്ട് ഞാൻ അതിനകത്തുണ്ടാവും കേട്ടോ. റിഹേഴ്സൽ നടക്കട്ടെ, റിഹേഴ്സൽ നടക്കട്ടെ. അങ്ങേര് കൂടെ വരുവോ? ഇന്നെങ്ങാണം തെറ്റിച്ചിട്ടുണ്ടെങ്കിലാ. എല്ലാവരും ഉത്സാഹിച്ചു. പരിപാടി ഇവിടെ നിർത്തിക്കോണം. എന്താ പറഞ്ഞേ? ഈ ആൾക്കാർ മുന്നിൽ വെച്ച് താടിക്കെട്ടോ പരിപാടി നിർത്തിക്കോണം. അത് തന്നെ നിന്നോട് എനിക്ക് പറയാനുള്ളത്. എന്ത് പറയാനുള്ളത്? ആൾക്കാരുടെ മുന്നിൽ വെച്ച് നീ എന്തോ എന്റെ മകൻ മോശമാണെന്നുള്ള നീ തട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞത്. അത് പറയുന്നത് ഭീമാ, ഈ മാസം കാണിച്ചാണല്ലോ. നിനക്ക് ശമ്പളം തരുന്നത് ഞാനാണ്. ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാ മതി. കേട്ടോ? ഞാനും എന്റെ കെട്ടിയനെ ആദ്യമായിട്ടൊന്നല്ല ബാല കളിക്കുന്നത്. ആ, കണ്ടാൽ ആദ്യമായിട്ടാന്നേ തോന്നുന്നു. എന്തോന്ന് നിന്റെ അഭിനയം. ദേന്റെ ഉണക്ക് കീചക. ഞാൻ വല്ലതും പറഞ്ഞു. ഉണക്ക കീചകൻ. നീ എന്റെ ഭർത്താവിനെ ചീത്ത വിളിക്കോടി. ഈ കണ്ട നാട്ടുകാര് മുഴുവനും നിങ്ങളെ ഭർത്താവിനെ ഉണക്ക കീചകനും തെറിയും വിളിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലേ? അതിപ്പോ എന്താന്നറിയുമ്പോ, നാട്ടുകാരെ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. അവര് കഷ്ടപ്പെട്ട് പിരിച്ചുണ്ടാക്കിയ കാശ് 2 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ കളയാനല്ലേ. അപ്പൊ പിന്നെ അവർ ചിലപ്പോ ചീത്ത വിളിച്ചെന്നിരിക്കും. സൈലന്ത്രി, നീ എന്നെ ആക്ഷേപിക്കുകയാണല്ലേ? നീ ഒറ്റ ഒരുത്തരാണ് ഇതിനെല്ലാം കാരണക്കാരൻ. എന്താ ഞാൻ എന്ത് ചെയ്ത്? നീ എന്ത് ചെയ്തെന്നോ? എന്റെ ചേട്ടൻ നാണമുണ്ട്. നാട്ടുകാരുടെ കാശ് പിരിച്ചിട്ട് വെള്ളത്തിൽ കളയാൻ നടക്കും. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ പഴക്കിടാതെ എന്തിനാ ഇങ്ങനെ കിടന്നോണ്ട് ബഹളം വെക്കുന്നത്? വഴക്കിട്ടാണോ കുറ്റം? അല്ല പിന്നെ നീ ഭീമനാണ് എന്റെ. ഭീമനാണെങ്കിൽ എന്ത്? ഹലോ. ഇല്ല ഭീമ, ഇല്ല ഭീമ, നിന്നെ ഞാൻ വെച്ചേക്കില്ല. ഞാൻ വെച്ചേക്കില്ല. അങ്ങനെയാണെങ്കിൽ ദ്വന്ദ്വയുദ്ധം നടക്കട്ടെ. അതെ, റിഹേഴ്സൽ കഴിഞ്ഞില്ലേ? ഇല്ല, റിഹേഴ്സലാണ്. ഒരു ഫൈനൽ ടച്ചപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പരിപാടി തുടങ്ങാൻ സമയം അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല. പെട്ടെന്ന് റിഹേഴ്സൽ തീർത്തിട്ട് കയറി വരണം കേട്ടോ. ഞാൻ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? സാറേ, നമ്മൾ ഡ്രസ്സിങ്ങിലും മേക്കപ്പിലും ആണല്ലോ. അവിടെ ചെല്ലുന്നു, കളിക്കുന്നു. അതെ. No അത് tension. എനിക്കറിയാം. സാർ വണ്ടിയിലിരുന്നു. ഓക്കെ ഓക്കെ. തട്ടേക്കേറിയ ഞങ്ങളെ മട്ടുമാണ്. അറിയാം. സീറ്റ് ഞാൻ പിടിച്ചിട്ടുണ്ട്. പറഞ്ഞേ, വേഗം വരണം, വേഗം വരണം. ഓക്കെ സാറേ, പേടിക്കാനൊന്നും വേണ്ട. അയ്യോ നീ എന്റെ ഭർത്താവിനെ എന്റെ ഭർത്താവിനെ കൊണ്ടുവന്നു. അയ്യോ അയ്യോ, അയ്യോ ചേട്ടാ ചേട്ടാ അയ്യോ എന്റെ ചേട്ടൻ. എടോ ഉണക്ക കീചക, എന്റെ ഭർത്താവിന് എന്തെങ്കിലും
അതിന് ഞാനെന്ത് ചെയ്തു? അല്ല ഞാനായിരുന്നു അടിച്ചത്. നീ മൊന്ത കൊണ്ട് അടിച്ച് എന്റെ കെട്ടിയോന്റെ മോന്ത കീച്ചടി. എടി ഞാൻ ചുമ്മാ ഇങ്ങനെ വീശതേ ഉള്ളടി. എനിക്കറിയത്തില്ല എങ്ങനെ. രവി, ചേട്ടാ രവി, നീ എന്ത് പരിപാടിയാടി കാണിച്ചത്? നിന്നോട് ഞാൻ പറഞ്ഞു ഞാനും അവൻ എന്തെങ്കിലും ചെയ്തെന്നും പറഞ്ഞു. നീ എന്താടി മൊന്തക്കെടുത്ത് ഞാൻ വിചാരിച്ച അവൻ നിങ്ങളെ ഇടിച്ച് തകർക്കുമെന്ന്. അതിന് ഞാൻ ആ മൊന്ത എടുത്തോണ്ട് വന്ന് അവന്റെ ചുമ്മാ ഒന്ന് അടിച്ചത് കേട്ടെ. അവന്റെ ബോധം പോത് ഞാൻ അറിഞ്ഞു. ഹലോ, സമയം ഒരുപാട് വൈകി. ഇനി വൈകി കഴിഞ്ഞാൽ ഇവിടെ ബാല മുടങ്ങും. കമ്മിറ്റിക്കാർ വിളിച്ചോണ്ടിരിക്കുക, നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും. അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഭീമന് ബോധമില്ല. ബോധമില്ലാതെ ഇടയ്ക്കാണോ? വിളിച്ചെഴുന്നേപ്പിക്ക്. ഇത്തിരി പുളിവെള്ളം മോരുവെള്ളം എന്തെങ്കിലും കൊടുക്ക്. അങ്ങനെയല്ല, ഒരു ചെറിയ കയ്യപ്പത്തം പറ്റി. ഞങ്ങൾ ഗതായുദ്ധം നടത്തുന്നതിനിടയിൽ അടിയൊന്ന് തെറ്റി പാളിക്കൊണ്ട് അങ്ങനെ ബോധം പോയതാണ്. അല്ല, ഭീമന് ഇപ്പൊ നിർബന്ധമൊന്നുമില്ല, നമുക്ക് പോവാലോ. നാടകം കളിക്കാം, ഉള്ളത് വെച്ച് കളിക്കാം. അയ്യോ, ഉള്ളത് വെച്ചങ്ങനെ കളിക്കും. ബാലയുടെ പേര് കണ്ടില്ലേ? കീചകപഥം. കീചകപഥം എന്നാണ്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നല്ലേ? അതൊക്കെ ഓക്കെ. പക്ഷെ ഞാൻ അവിടെ ബാല ബുക്ക് ചെയ്തിരിക്കുന്നത് കീചകപഥം എന്നും പറഞ്ഞാണ്. കീചകനെ ഭീമൻ തന്നെ കൊല്ലണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കീചകനെ അങ്ങ് കിട്ടിയാ മതി. കൊല്ലാൻ അവിടെ ആൾക്കാരുണ്ട്. ആടാ കീചക.